ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം 4-ാം അധ്യായം. ദേവന്മാർ ആ ദേവിയെ സ്തുതിക്കുന്നു. ഈ അധ്യായത്തിലെ 17 ശ്ലോകങ്ങൾ വരെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഇന്ന് 18-ാമത്തെ ശ്ലോകമാണ്. അതായത് ദേവി ആ ദുഷ്ടരായ അസുരന്മാരെ യുദ്ധത്തിൽ വെച്ച് ആ ഒരു യുദ്ധത്തിനിടയിലുള്ള മരണത്തെ നൽകിക്കൊണ്ട് അവർക്ക് സ്വർഗപ്രാപ്തി നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരെ വധിക്കാതിരുന്നാൽ അവർ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്ത് നിത്യനരകത്തിൽ ആഴ്ന്നു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ യുദ്ധത്തിനിടയിലെ ഒരു മരണം അതവർക്ക് നൽകിക്കൊണ്ട് അവർക്ക് സ്വർഗപ്രാപ്തിയെ ദേവി നൽകുകയാണ് ചെയ്തത്. ഇനി വധിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് ദേവി ഈ യുദ്ധത്തിനിടയിലെ മരണം? ദേവിക്ക് വേണമെങ്കിൽ ഒരു നോട്ടം കൊണ്ട് ആ അസുരന്മാരെ ഭസ്മമാക്കി കളയാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതെ അവരോട് പൊരുതിക്കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ആ ദേവിയുടെ ആയുധം കൊണ്ടുള്ള പ്രഹരമേറ്റ് അവർ വധിക്കണം. അങ്ങനെ ദേവി ചിന്തിക്കാനുള്ള കാരണം അതാണ് 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദൃഷ്ട്വാ ഏവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവ അസുരാൻ അരിഷു യത് പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തു രിപവഃ അഭി ഹി ശസ്ത്രപൂതാഃ ഇത്തം മതിഃ ഭവതി തേഷു അഹിതേഷു സാധ്വി. ഭവതി ആ ദേവിക്ക് ദൃഷ്ട്വാ ഏവ ഒരു നോട്ടം കൊണ്ട് തന്നെ സർവ അസുരാൻ എല്ലാ അസുരന്മാരെയും ശത്രുക്കളെയും ഭസ്മ കിം ന പ്രകരോതി അതായത് ഭസ്മമാക്കാൻ ദഹിപ്പിച്ചു കളയാൻ സാധിക്കുമെങ്കിലും ദേവി അങ്ങനെ ചെയ്തില്ല എന്ന്. അതാണ് ആ പറഞ്ഞത്. ദേവിക്ക് എല്ലാ അസുരന്മാരെയും ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ആ ശത്രുക്കളെ ദഹിപ്പിക്കാൻ കഴിയുമെങ്കിലും അങ്ങനെ ചെയ്യാതെ ശസ്ത്രം യത് പ്രഹിണോഷി എന്ന് വെച്ചാൽ ദേവിയുടെ ആയുധങ്ങൾ കൊണ്ടാണ് ദേവി അവരെ കൊല്ലുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ രിപവഃ അഭി ദേവിയുടെ ശത്രുക്കളാണ് അവർ എങ്കിലും രിപവഃ എന്ന് വെച്ചാൽ ശത്രുക്കൾ അഭി ആണെങ്കിൽ പോലും ഹി ശസ്ത്രപൂത ദേവിയുടെ ആയുധമേറ്റ് ദേവിയുടെ ആ കയ്യിലെ ആയുധം കൊണ്ട് പരിക്കേൽക്കുമ്പോൾ ശുദ്ധരായി തീർന്ന അവർ ലോകാൻ പ്രയാന്തു അതായത് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കട്ടെ എന്ന് കരുതിയാണ് ദേവി ആ യുദ്ധം ചെയ്ത് ആയുധങ്ങൾ കൊണ്ട് തന്നെ അവരെ വധിക്കുന്നത്. ഇപ്രകാരം ആ ദേവി തേഷു അഹിതേഷു ദേവിക്ക് അഹിതം ചെയ്ത ആ ശത്രുക്കളായ അസുരന്മാരെ സാധ്വിയായ ദേവി മതി ഭവതി അതായത് അവർക്ക് അനുഗ്രഹങ്ങളെ നൽകുന്ന ബുദ്ധി ഭവിക്കുന്നത് കൊണ്ടാണ്. അതായത് ദേവിക്ക് അവർക്ക് അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ദേവി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരൊറ്റ നോട്ടം കൊണ്ട് ആ അസുരന്മാരെ മുഴുവനും ഉന്മൂലനാശം ചെയ്യാൻ ദേവിക്ക് സാധിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതെ അവരോട് യുദ്ധം ചെയ്ത് ദേവിയുടെ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ് അവരെ മുറിവേൽപ്പിച്ച് തന്നെ ദേവി അവരെ വധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശത്രുക്കളാണെങ്കിൽ പോലും ദേവിയോട് അഹിതം പ്രവർത്തിച്ചവരാണെങ്കിൽ പോലും അമ്മയുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ് തന്നെ അവർ വധിക്കപ്പെടുമ്പോൾ അവർക്ക് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കാൻ സാധിക്കുന്നു. കാരണം അവരുടെ പ്രാരാബ്ദങ്ങൾ അവിടെ കുറേ കഴിഞ്ഞ് അവരങ്ങനെ ആ പാപങ്ങളിൽ നിന്ന് കർമ്മത്തിൽ നിന്ന് അവർ മുക്തരായി കർമ്മഫലത്തിൽ നിന്ന് മുക്തരായിട്ട് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ദേവി ആഗ്രഹിക്കുന്നു. അങ്ങനെ അവരെ അനുഗ്രഹിക്കണമെന്ന് ദേവി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ അസുരന്മാരെ വധിച്ചത്. ശ്ലോകം 19. ഗഡ്ഗ പ്രഭാ നികര വിസ്ഫുരണൈഹി തഥാ ഉഗ്രൈഹി ശൂല അഗ്രകാന്തി നിവഹേന ദൃശഃ അസുരാണാം യത് ന ആഗതാ വിലയം അംശുമത് ഇന്ദു ഗണ്ഡ യോഗ്യ ആനനം തവ വിലോകയതാം തഥാ ഏതത്. ആ ദേവി ദേവിയുടെ ഉഗ്രൈഹി വളരെ ഉഗ്രമായ ഖഡ്ഗം ആ വാളിൻ്റെ
ഗഡ്ഗത്തിൽ നിന്നുള്ള പ്രഭാ നികര വിസ്ഫുരണൈഹി, അതായത് ആ വാളിൽ നിന്നും വരുന്ന തീവ്രമായ കാന്തി, ആ കാന്തി എല്ലാ ഭാഗത്തും പ്രസരിക്കുന്നതിനാലും ശൂല അഗ്രകാന്തി നിവഹേന, ദേവിയുടെ ശൂലത്തിന്റെ അഗ്രഭാഗത്ത് നിന്നും വരുന്ന കാന്തി സമൂഹം കൊണ്ടും അസുരാണാം ദൃശഃ, അസുരന്മാരുടെ കണ്ണുകൾ ന ആഗതാ വിലയം, പൊട്ടിപ്പോയില്ല എന്ന്. ദേവിയുടെ കയ്യിലെ വാളിന്റെ അഗ്രഭാഗത്ത് നിന്ന് വരുന്ന അതീവ കാന്തി പ്രസരിക്കുന്നതിനാലും ശൂലത്തിന്റെ അഗ്രത്തിൽ നിന്ന് വരുന്ന കാന്തി സമൂഹം കൊണ്ടും ആ ദേവിക്ക് ഓപ്പോസിറ്റ് നിന്ന് എതിർത്ത് നിന്ന് ദേവിയോട് പൊരുതുന്ന അസുരന്മാരുടെ കണ്ണുകൾ പൊട്ടിപ്പോകുന്നില്ല. അതിന് കാരണം എന്തുകൊണ്ടെന്നാൽ ദേവിയുടെ ആ മുഖം യോഗ്യ ആനനം, ദേവിയുടെ ആ മുഖം അംശുമത്, അമൃത് പൊഴിക്കുന്ന ഇന്ദു ഖണ്ഡ, അതായത് ആ അർദ്ധചന്ദ്രന്റെ പ്രഭയാൽ അലങ്കരിക്കപ്പെട്ടതായിരുന്നു ദേവിയുടെ ആനനം, ആ മുഖം. തവ, ആ ദേവിയുടെ മുഖം, അതാണ് അസുരന്മാർ വിലോകയതാം, കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആയുധങ്ങളുടെ പ്രഭ കൊണ്ട് അവരുടെ കണ്ണ് പൊട്ടിപ്പോകാഞ്ഞത് എന്നാണ് പറയുന്നത്. ദേവിയുടെ മുഖം അമൃത് പൊഴിക്കുന്ന അർദ്ധചന്ദ്രനെ പോലെയാണെന്നാ പറയുന്നത്. ആ മുഖത്തേക്ക് നോക്കുന്ന ആ മുഖമാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ അമൃതിന്റെ ശക്തി കൊണ്ടാണ് വാളിന്റെയും ശൂലത്തിൽ നിന്നും വരുന്ന പ്രഭാകിരണങ്ങൾ കൊണ്ട് ഇവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാതിരുന്നത്. ദേവിയുടെ അമൃത് പൊഴിക്കുന്ന ആ മുഖമാണ് അസുരന്മാർ കണ്ടുകൊണ്ടിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ദുർവൃത്ത വൃത്തശമനം തവ ദേവി ശീലം രൂപം തഥാ ഏതത് അവിചിന്യം അതുല്യം അന്യൈഹി, രൂപം തഥാ ഏതത് അവിചിന്യം അതുല്യം അന്യൈഹി, വീര്യം ച ഹന്ത്ര് ഹൃദദേവ പരാക്രമാണാം വൈരിഷു അഭി പ്രകടിത ഏവ ദയാ ത്വയാ ഇത്തം. വൈരിഷു അഭി പ്രകടിത ഏവ ദയാ ത്വയാ ഇത്തം. വൃത്തശമനം, ദുർജനങ്ങളുടെ പ്രവൃത്തിയെ, തെറ്റ് ചെയ്യാൻ തോന്നിക്കുന്ന അവരുടെ മനസ്സിന്റെ ചിത്തവൃത്തികളെ, ആ പ്രവൃത്തിയെ ശമനം, നശിപ്പിക്കുന്നതാണ് തവ ദേവീ ശീലം, ആ ദേവിയുടെ ശീലം, ദേവിയുടെ സ്വാഭാവികമായ ആ ശീലം എല്ലാ ദുർജനങ്ങളുടെ മനസ്സിലെയും അവരുടെ ചിത്തവൃത്തികളെ, അവരുടെ ദുഷ്ചിന്തകളെ നശിപ്പിക്കുന്നതാണ്. ഇനി തഥാ, അതുപോലെ ഏതത് രൂപം, ദേവിയുടെ ആ മനോഹരമായ രൂപം അചിന്യം, ചിന്തിക്കാൻ കഴിയാത്തതും അതുല്യം, തുലനം ചെയ്യാൻ പറ്റാത്തതുമാണ്. മറ്റൊന്നുമായിട്ട് അന്യൈഹി എന്ന് വെച്ചാൽ മറ്റൊന്നുമായി തുലനം ചെയ്യാൻ കഴിയാത്തതും ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ദേവിയുടെ മനോഹരമായ രൂപം. ഇനി വീര്യം, ദേവിയുടെ വീര്യം ഹൃദദേവ പരാക്രമാണാം എന്ന് വെച്ചാൽ ദേവന്മാർ, ഹൃദദേവ പരാക്രമാണാം എന്ന് വെച്ചാൽ ദേവന്മാരെ തോൽപ്പിക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന ആരാണ്? അസുരന്മാർ. ആ അസുരന്മാരെ ഹന്ത്ര എന്ന് വെച്ചാൽ അവരെ കൊല്ലുന്നതാണ് ദേവിയുടെ വീര്യം എന്ന്. അപ്പൊ ദേവിയുടെ വീര്യം ദേവന്മാരെ തോൽപ്പിച്ചവരെ കൊല്ലുന്നതിന് പര്യാപ്തമാണ് ദേവിയുടെ വീര്യം. ഇപ്രകാരം വൈരിഷു അഭി, അതായത് ദേവിയോട് തെറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർ ആണെങ്കിൽ പോലും ത്വയാ ഏവ, ആ ദേവി അവരോട് ദയാ പ്രകടിത, അതായത് ദയ, അവരോട് പോലും ദയ ദേവി കാണിക്കുന്നു എന്ന്. അപ്പോ ദേവിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ദുർജനങ്ങളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതാണ്. ദേവിയുടെ ആ മനോഹരമായ രൂപം നമുക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ മറ്റൊന്നിനോട് തുലനം ചെയ്യാനോ പറ്റാത്തതാണ്. ദേവിയുടെ വീര്യം ദേവന്മാരെ തോൽപ്പിച്ച അസുരന്മാരെ കൊല്ലുന്നതിന് പര്യാപ്തമാണ്. ഇപ്രകാരമൊക്കെ ആണെങ്കിലും ദേവിയോട് വൈരാഗ്യമുള്ള അസുരന്മാരോട് ദേവി സദാ ദയ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കേന ഉപമ ഭവതു തേ അസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാരി അധിഹാരി കുത്ര ചിത്തേ കൃപാ സമരനിഷ്ഠുരതാ ച ദൃഷ്ടാ ത്വയി ഏവ ദേവി വരദേ ഭുവനത്രയേ അഭി.
ദേവി വരദേ, വരം നൽകുന്നവളായ അമ്മേ, അവിടത്തെ അസ്യ പരാക്രമസ്യ, അവിടുത്തെ ആ പരാക്രമത്തിന് കേന ഉപമ ഭവതു, യാതൊരു തുലനവുമില്ല. ദേവിയുടെ പരാക്രമത്തെ ഒന്നിനോടും തുലനം ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി രൂപം ച, ദേവിയുടെ ആ രൂപം ശത്രുഭയകാരി, ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്നു, എന്നാൽ അതിഹാരി, അതായത് ഭക്തർക്ക് മനോഹരവുമാകുന്നു. കുത്ര എന്ന് വെച്ചാൽ വേറെ ആരിൽ കാണാൻ സാധിക്കും ഈ രണ്ട് രൂപങ്ങളെന്ന്? ഒരേ ആളിൽ തന്നെ മനോഹരമായ രൂപവും ഒരേ ആളിൽ തന്നെ ഭയപ്പെടുത്തുന്ന രൂപവും മറ്റാരിൽ സാധിക്കും ഇതേപോലെ ഈ രൂപമാറ്റം? ഇനി ചിത്തേ കൃപ, അതായത് ദേവിയുടെ മനസ്സിലെ കാരുണ്യവും ദയയും, അതോടൊപ്പം സമരനിഷ്ഠുരത, യുദ്ധത്തിലുള്ള ആ പ്രാവീണ്യം, ആ നിഷ്ഠുരതയും, ഇത് ഭുവനത്രയേ അഭി, മൂന്ന് ലോകത്തിലും ത്വയി ഏവ ദൃഷ്ട, ദേവിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ, വേറെ ആരിലും അത് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ വരം നൽകുന്നവളായ അമ്മേ ദേവി, അവിടുത്തെ പരാക്രമങ്ങളെ ഒന്നിനോടും നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കുകയില്ല. അവിടുത്തെ രൂപം അതൊരു ശത്രുവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഭയങ്കരവും ഭക്തന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതിമനോഹരവുമാണ്. അപ്പോൾ എങ്ങനെ വേറെ ആർക്ക് സാധിക്കും ഈ രൂപമാറ്റം എന്ന്? ദേവി ഭക്തനോട് അത്രയും കാരുണ്യവും ദയയും ഉള്ളവളും അതേസമയം യുദ്ധം ചെയ്യുമ്പോൾ സമര നിഷ്ഠുരതയും ഉള്ളവളാണ്. ഈ മൂന്ന് ലോകത്തിലും വേറെ ആരിലാണ് ഇത് കാണാൻ സാധിക്കുക? ദേവിയിൽ മാത്രമേ ഈ രൂപമാറ്റത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ദേവിയുടെ ആ മാഹാത്മ്യത്തെ പറഞ്ഞു വെക്കുകയാണ്. ത്രൈലോക്യ ഏതത് അഖിലം രിപുനാശനേന ത്രാദം ത്വയാ സമരമൂർധനി തേ അഭി ഹത്വാ നീതാ ദിവം രിപുഗണ ഭയം അഭി അഭാസ്തം അസ്മാകം ഉന്മദ സുര അരിഭവം നമസ്തേ. ഹേ ദേവി, ദേവന്മാരാണല്ലോ ദേവിയുടെ മാഹാത്മ്യത്തെ ഇങ്ങനെ വാഴ്ത്തുന്നത്. അപ്പൊ ദേവന്മാർ വിളിക്കുകയാണ്, ഹേ ദേവി, രിപുനാശനേന, അതായത് ശത്രുക്കളെ കൊന്നൊടുക്കിയതു മൂലം ത്രൈലോക്യമേതത് അഖിലം, ഈ മൂന്ന് ലോകങ്ങളെ മുഴുവനായും ദേവി ത്രാതം ത്വയാ, അവിടുന്ന് രക്ഷിച്ചു എന്ന്. ദേവി ശത്രുക്കളെ, അസുരന്മാരെ കൊന്നൊടുക്കിയതു മൂലം ഈ മൂന്ന് ലോകങ്ങളെയും രക്ഷിച്ചു. ഇനി അതുമാത്രമല്ല, രിപുഗണ, എല്ലാ ശത്രുക്കളെയും, സമരമൂർധനി, ആ യുദ്ധത്തിൽ തേ അഭിഹത്വ, വധിച്ചിട്ട് അവർക്ക് ദിവം നീത, സ്വർഗപ്രാപ്തി നേടിക്കൊടുത്തു. അപ്പൊ എന്തർത്ഥത്തിൽ നോക്കിയാലും ഈ യുദ്ധം ഏറ്റവും നല്ലതായിരുന്നു. ഈ യുദ്ധം ചെയ്ത് അസുരന്മാരെ കൊന്നൊടുക്കിയതിലൂടെ മൂന്ന് ലോകങ്ങളെയും ദേവി രക്ഷിച്ചു. ഇനി ആ സമരത്തിൽ, ആ യുദ്ധത്തിൽ അസുരന്മാരെ വധിച്ച് അവർക്ക് സ്വർഗപ്രാപ്തി നേടിക്കൊടുക്കുകയും ചെയ്തു. ഇനി അസ്മാകം, ഞങ്ങൾക്ക്, ഇപ്പൊ ദേവന്മാരാണല്ലോ ഇവിടെ പറയുന്നത്, ദേവന്മാർ പറയണ ഞങ്ങൾക്കാകട്ടെ ഭയം അഭി അഭാസ്തം ഉന്മദ സുര അരിഭവം, ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരോട് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഭയത്തെ പോലും ദേവി അങ്ങ് ഇല്ലാതാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള തേ നമഃ, അവിടത്തെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു എന്ന് ദേവന്മാർ പറയുകയാണ്. അപ്പോൾ ഹേ ദേവി, ശത്രുക്കളെ കൊന്നൊടുക്കിയത് മൂലം മൂന്ന് ലോകങ്ങളെയും അവിടുന്ന് രക്ഷിച്ചു. ഇനി ഈ യുദ്ധം ചെയ്ത് ശത്രുക്കളെ വധിച്ചത് മൂലം ആ അസുരന്മാർക്ക് സ്വർഗപ്രാപ്തിയും അവിടുന്ന് നൽകി. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ദേവന്മാർക്ക് ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരിൽ നിന്നുള്ള ഭയം അതും അവിടുന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. ദേവിയെ നമസ്കരിച്ചതിന് ശേഷം ദേവി അവിടുത്തെ ആയുധങ്ങൾ കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ട് കാണുന്നത്. ശൂലേന പാഹി നോ ദേവി, പാഹി ഗഡ്ഗേന ച അംബികേ, ഖണ്ഡാസ്വനേന ന പാഹി ചാബജ്യ നിസ്വനേന ച പ്രാജ്യാം രക്ഷ പ്രതീച്യാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ, ബ്രാഹ്മണേന ആത്മശൂലസ്യ ഉത്തരസ്യാം തഥാ ഈശ്വരി. ഹേ ദേവി, അല്ലയോ ദേവി, ശൂലേന, അവിടുത്തെ ശൂലം കൊണ്ട്
നഹ പാഹി ഞങ്ങളെ രക്ഷിച്ചാലും. ഇനി ഗഡ്ഗേന അവിടുത്തെ വാളുകൊണ്ട്, ച അംബികെ അല്ലയോ അംബികാദേവി അവിടുത്തെ വാളുകൊണ്ട് പാഹി ഞങ്ങളെ രക്ഷിച്ചാലും. ഇനി ഗണ്ഡാസ്വനേന അതായത് ആ മണിനാദം കൊണ്ടും പാഹി ന പാഹി ഞങ്ങളെ രക്ഷിച്ചാലും. ഇനി ചാബജ്യ നിസ്വനേന ദേവിയുടെ വില്ലിൽ നിന്നും വരുന്ന ഞാണൊലി ശബ്ദം കൊണ്ടും ന പാഹി ഞങ്ങളെ രക്ഷിച്ചാലും എന്ന്. അപ്പൊ ദേവി അവിടുത്തെ ശൂലം കൊണ്ടും വാളുകൊണ്ടും മണിനാദം കൊണ്ടും ഞാണൊലി കൊണ്ടും ഞങ്ങളെ രക്ഷിച്ചാലും. ഇനി അല്ലയോ ദേവി അവിടുത്തെ ആത്മശൂലസ്യ ദേവി അല്ലയോ ഈശ്വരി അവിടുത്തെ ശൂലം ദേവിയുടെ ശൂലം ബ്രാഹ്മണേന ചുറ്റിക്കറക്കിക്കൊണ്ട് പ്രാജ്യാം രക്ഷ ഞങ്ങളെ കിഴക്കു ഭാഗത്ത് നിന്നും ദേവി രക്ഷിച്ചാലും. പ്രതീച്യാം ച ചണ്ഡികേ അല്ലയോ ചണ്ഡികാദേവി പടിഞ്ഞാറ്, പ്രതീച്യാം എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. ഇനി രക്ഷ ദക്ഷിണേ തെക്കു ഭാഗത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. ഉത്തരസ്യ വടക്ക് ദിക്കുകളിൽ നിന്നും ദേവി ഞങ്ങളെ രക്ഷ നൽകിയാലും രക്ഷ ഏർപ്പെടുത്തിയാലും എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലയോ ഈശ്വരി അവിടുത്തെ ശൂലം ചുറ്റിക്കറക്കിക്കൊണ്ട് ഞങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിക്കുകളിൽ രക്ഷ ഏർപ്പെടുത്തിയാലും.